ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 2 മണിക്കൂറും 53 മിനിറ്റും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതുവരെ നടത്തിയ ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം. നാട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വന്ന ബജറ്റിൽ 3ാം തുടർഭരണത്തിന് വഴിയൊരുക്കാനുള്ള ചേരുവകൾ ആവോളമുണ്ട്. ജനക്ഷേമത്തിന് തന്നെയാണ് ഊന്നൽ. സർവ്വമേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രി സൂക്ഷ്മത പാലിക്കുന്നു. റോഡ് അപകടത്തിൽപ്പെട്ടാൽ ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ, ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി ചരിത്ര പ്രഖ്യാപനങ്ങളാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ട്. വെയിലും മഴയും കൊണ്ട് ആശാവർക്കർമാർ നടത്തിയ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചിരുന്നുവെങ്കിലും ബജറ്റിൽ 1000 രൂപ ഓണറേറിയം കൂട്ടിയിരിക്കുന്നു. റാപ്പിഡ് റെയിൽ അടക്കമുള്ള വമ്പൻ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. കേന്ദ്ര അവഗണനയെ കടന്നാക്രമിച്ചും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തെ പ്രകീർത്തിച്ചും ബജറ്റ് പ്രസംഗം നീണ്ടു. എന്നാൽ കാലിയായ ഖജനാവ് കൈവശം വെച്ച് സർക്കാർ കണ്ട ദിവാസ്വപ്നമാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളെന്ന് പരിഹസിക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പകുതി തുക പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ല എന്ന് വി.ഡി. സതീശൻ കണക്കുകൾ നിരത്തി പറയുന്നു. ഒപ്പം ധവളപത്രമിറക്കാനുള്ള വെല്ലുവിളിയുമുണ്ട്. കോടികൾ മാറ്റിവെച്ചുള്ള പ്രഖ്യാപനം വരുന്ന സർക്കാരിന്റെ തലയിലാകും എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക. പ്രതിസന്ധിയുടെയും സാമ്പത്തിക ബാധ്യതയുടെയും പെരുമഴക്കാലത്ത് പ്രഖ്യാപിച്ച ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ സർക്കാരിന്റെ ആവനാഴിയിൽ ഇനി എന്തുണ്ട് ബാക്കി? വോട്ട് ബജറ്റാണോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, കോൺഗ്രസിൽ നിന്നും ശ്രീ M. ലിജു, ബാങ്കിംഗ് വിദഗ്ധൻ ശ്രീ S. ആദികേശവൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ M. ലിജു, ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഏത് സർക്കാരും അടുത്ത ബജറ്റ് പ്രഖ്യാപിക്കുക. പക്ഷേ അത് നടപ്പാക്കാത്ത പദ്ധതികളാണ്, നടപ്പാക്കാൻ സാധ്യമാകാത്ത പ്രഖ്യാപനങ്ങളാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയാണ് വിശദീകരിക്കുക? ഇപ്പോൾ ഈ ഒരു ബജറ്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന ആരോപണം സമ്പൂർണ്ണമായും ശരിയാണ്. നമുക്ക് ഈ ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തേണ്ടത് മുൻകാല പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്തിട്ടാണ്. മുൻ ബജറ്റുകളിൽ വകയിരുത്തപ്പെട്ടിട്ടുള്ള തുക, അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങൾ, അതിലെത്ര ശതമാനം വിനിയോഗിച്ചു എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ബജറ്റ് ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ഉദാഹരണത്തിന് വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിനായി 72 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തി, ചിലവഴിച്ചത് 40 കോടി രൂപ മാത്രമാണ്. കൂടാതെ നമുക്ക് ആകെയുള്ള വകയിരുത്തിയതിൽ എത്ര ശതമാനം തുക വിനിയോഗം നടത്തി, എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 38% എന്നുള്ളതാണ് നമുക്ക് ബജറ്റ് രേഖകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിനിയോഗ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 38% മാത്രമാണ് ധനവിനിയോഗം എന്നുള്ളതാണ്. അപ്പോൾ പ്രഖ്യാപനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. മുൻ ബജറ്റുകളിൽ നിരവധി തവണ കുട്ടനാട് പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. 5000 കോടി അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു വന്നിരുന്നത്. ബഹുമാനനായ ശ്രീ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രതിവർഷം 2 ലാപ്ടോപ്പുകൾ എന്ന പ്രഖ്യാപനം ബജറ്റിൽ വന്നത്. അപ്പം നമുക്കിപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രതിവർഷം 2 ലാപ്ടോപ്പുകളുടെ പ്രഖ്യാപനം കിടക്കുന്നു, കുട്ടനാട് പാക്കേജ് കിടക്കുന്നു, ഇടുക്കി പാക്കേജ് കിടക്കുന്നു, വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികളുടെ പ്രഖ്യാപനം കിടക്കുന്നു, പെൻഷൻ 2500 രൂപയാക്കും എന്നുള്ള പ്രഖ്യാപനം കിടക്കുന്നു. ഇതൊന്നും തന്നെ നടപ്പിലായിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിൻ്റെ ഭരണത്തിൽ അവർക്ക് ഒരു മികച്ച പ്രോജക്റ്റ്, കേരളത്തിൻ്റെ ഭാവിക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവസാന സമയത്തായി കഴിഞ്ഞപ്പോൾ കെ റെയിലിന് പകരം പുതിയ അതിവേഗ ട്രെയിൻ പദ്ധതി പ്രഖ്യാപിച്ചു. അതിൻ്റെ DPR എങ്കിലും പാസ്സാക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് സാധിക്കുമോ? മാർച്ച് മാസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നൊരു സംസ്ഥാനത്ത് ഇനി 1 മാസം കൂടി മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നാട്ടിൽ അവശേഷിക്കുന്നത്. അപ്പോഴാണ് ഈ അവസാന ഘട്ടത്തിൽ അതിവേഗ പാതയുടെ പ്രഖ്യാപനം വരുന്നു. ഈ നിരവധി പ്രഖ്യാപനങ്ങൾ എല്ലാം ഒരു ഭാവനാപരമായി അല്ലെങ്കിൽ ആലോചിക്കാവുന്നിടത്തെല്ലാം പണം പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കും. ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിനായിട്ടൊരു കമ്മിറ്റി വെക്കുന്നു, 12ാം പേ കമ്മീഷൻ വെക്കുന്നു എന്നാണ് പറയുന്നത്.
ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടം, ആ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ കാലാവധി 3 മാസം എന്ന് പറഞ്ഞാൽ അടുത്ത ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് പ്രഖ്യാപിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് പ്രയോജനം? അതോടൊപ്പം തന്നെ നമുക്ക് ബജറ്റ് എസ്റ്റിമേറ്റ് നോക്കാം. 1,82,000 കോടി എന്നാണ് ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് 1,48 മറ്റോ ആണ്. ഒറ്റയടിക്ക് 1,82 ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എവിടെയാണ് അതിനുള്ള നികുതി വരുമാനം? എങ്ങനെയാണ് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? നികുതിയേതര വരുമാനം ലക്ഷ്യം ആകെ ഉണ്ടായിരുന്നതിന് നികുതിയേതര വരുമാനം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. നികുതിയേതര വരുമാനത്തിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം 144 കോടി രൂപയുടെ വർധനമാണ് ആകെ ഉണ്ടായത്. ഇപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ പറയുന്നെങ്കിലും ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേവലം 144 കോടി രൂപ മാത്രമാണ്, 140.66 കോടി രൂപയാണ് നികുതിയേതര വരുമാനത്തിലുള്ള വർധനമായി കാണിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് 40,000 കോടി രൂപയുടെ വർധനവ് പിന്നെ എസ്റ്റിമേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ഒട്ടും തന്നെ പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒന്നല്ല. മാത്രമല്ല, ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഇവർക്കില്ല. അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മുൻ ബജറ്റ് പ്രഖ്യാപനങ്ങളൊന്നും തന്നെ കേരളത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനവും കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന ഒരു എന്താ ഗിമ്മിക്ക് മാത്രമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ശരി, ശ്രീ ആദികേശവൻ, ഒരു ബാങ്കിംഗ് വിദഗ്ധൻ എന്ന നിലയ്ക്ക് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? സകല മേഖലകളെയും സ്പർശിച്ചു പോയി എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. മാത്രമല്ല, ഒരു തുടർഭരണത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതുവരെ ചെയ്തതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത സർക്കാരിന് ബാധ്യതയാകും എന്നുള്ളതാണ്. അടുത്ത സർക്കാരും ഞങ്ങൾ തന്നെ വരുന്നു എന്ന തോന്നലിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു തുടർക്കഥ പോലെ ബജറ്റ് വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? സ്മൃതി, ക്ഷേമരാഷ്ട്രീയം അല്ലെങ്കിൽ വെൽഫെയർ പൊളിറ്റിക്സ് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏത് മുന്നണിയായാലും സംസ്ഥാന ബഡ്ജറ്റുകളുടെയും പൊതുവെ നമ്മുടെ മോഡലിൻ്റെ തന്നെ അടിസ്ഥാനമാണ്. അപ്പോൾ ആ വെൽഫെയർ ക്ഷേമ പദ്ധതികളിൽ കുറേയധികം തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എല്ലാവർക്കും സ്വീകാര്യമാവുന്ന തീരുമാനങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച 2-3 ഒരു സാമ്പിളിന് വേണ്ടി, ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, ഈ ഗിഗ് വർക്കേഴ്സ് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ നവീനമായ ഒരു ആശയമാണ്. അവർക്ക് വേണ്ടി ഹബ്സ് ഉണ്ടാക്കുക, അതായത് അവർക്ക് പലപ്പോഴും റെസ്റ്റ് ചെയ്യാനോ റിക്രിയേഷൻ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതുപോലുമില്ല. പല കുട്ടികളും സ്റ്റുഡൻസും സ്ത്രീകളും അടക്കമൊക്കെ എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനം നല്ല ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തത്, ഓട്ടോറിക്ഷ ഈ പെട്രോൾ ഡീസൽ സ്ക്രാപ്പ് ചെയ്യാനായിട്ടുള്ള 40,000 രൂപ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പുതിയ ഓട്ടോ വായ്പ എടുത്താൽ ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിൽ 2% സബ്വെൻഷൻ കൊടുക്കുന്നു. വേറെ ഒരു കാര്യം, കേരളത്തിൽ നമുക്കറിയാം റോഡ് അപകടങ്ങൾ ഡെയിലി ചില കണക്കുകൾ പറയുന്നത് 10 പേരോ 9-10 പേര് മരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തോ ആവട്ടെ, ഈ റോഡ് അപകടങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് ആദ്യത്തെ 5 ദിവസം ഫ്രീ ചികിത്സ, പിന്നെ കുറേ വെൽഫെയർ മെഷേഴ്സൊക്കെ ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ നടപടികളൊക്കെ സ്വീകാര്യമാണ്, നല്ല നടപടികളാണെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇതിൻ്റെ ചിലവിലേക്കുള്ള ആ ഒരു ഐറ്റത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചില ആപ്രിഹെൻഷൻസ്, എങ്ങനെ ഇത്രയും വരുമാനം നമുക്ക് ലഭിക്കും എന്നുള്ള ചോദ്യം മുന്നിൽ ഉയരുന്നത്. അതായത് 25-26 നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് കഴിഞ്ഞ തവണ ഞാനും പങ്കെടുത്തിരുന്നു. മൊത്തം ബഡ്ജറ്റിൻ്റെ തോത് 1,98,000 കോടി അടുപ്പിച്ചായിരുന്നു. റിവൈസ് ചെയ്ത് ഈ വർഷത്തെ ബഡ്ജറ്റിനോടൊപ്പം സാധാരണ ചെയ്യാറുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് നമ്മൾ പുതുക്കി സർക്കാർ അവതരിപ്പിച്ചപ്പോൾ ആ തോത് 1,92,000 കോടിയായി കുറയുന്നു. അതുപോട്ടെ, സാധാരണ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷേ ആ 1,92,000 നിന്നും 26-27 മൊത്തം സർക്കാരിൻ്റെ ചെലവ്
2,40,000 കോടിയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തരം ഏകദേശം 50,000 കോടി അധിക ചെലവ് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ശമ്പള പരിഷ്കരണം, വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി, സ്ത്രീ സുരക്ഷ അടക്കം നല്ല തീരുമാനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്രോതസ് അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, എൻ്റെ ധാരണ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ ആരെങ്കിലും തിരുത്തട്ടെ. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫർ 2 രീതിയിൽ, സെൻട്രൽ ടാക്സ് ട്രാൻസ്ഫർ ഒരു ഐറ്റം ഉണ്ട്, ഗ്രാൻസ് ഇൻ എയ്ഡ്, ഇത് രണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ആ ഐറ്റത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 35,000 കോടിയുടെ വർധനവ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്മൃതി, കേന്ദ്രത്തിൽ നിന്നുള്ള ട്രാൻസ്ഫറിനെ കുറിച്ച് നമുക്കിപ്പോൾ ആശങ്കയുണ്ട്. കേന്ദ്രം കേരളത്തെ പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതേസമയം ഒരുപക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ ഇംപ്ലിമെൻറ്റേഷനോട് കൂടി അതാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അസംഷൻ, ഈ കണക്കുകൾ എങ്ങനെ ഇത്രയും ചിലവ് നമുക്ക് നേരിടാം എന്നുള്ളതിൻ്റെ അസംഷൻ അല്ലെങ്കിൽ അടിസ്ഥാന ഒരു വിശ്വാസം കേന്ദ്രത്തിൽ നിന്നും 35,000 കോടി കൂടുതൽ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അത് 2 ഐറ്റത്തിലായിട്ട്, അത് വളരെ സ്റ്റാർക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ബഡ്ജറ്റ് ഇൻ ബ്രീഫ് അതിൻ്റെ അനക്ഷറിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ട്രാൻസ്ഫർ 25-26 നാം പ്രതീക്ഷിക്കുന്നത് 34,000 കോടി നടത്ത സാമ്പത്തിക വർഷം. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊജക്ഷൻ, നമ്മുടെ പ്രതീക്ഷ ഈ 34,000 കോടി 68,000 കോടിയായിട്ട് ഉയരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ 16ാം ധനകാര്യ കമ്മീഷൻ അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പരിഗണനയെടുക്കാം, നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്ഷേമ പദ്ധതികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പല ആൾക്കാർക്ക്, ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെയുള്ള തീരുമാനങ്ങൾ, ഗിഗ് വർക്കേഴ്സ്, സ്ത്രീകൾക്കുള്ള 1000 രൂപ ഈ സ്ത്രീ സുരക്ഷ ഒക്കെ അർഹതപ്പെട്ട ആൾക്കാർക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ വിഭവസമാഹരണം നമ്മൾ എപ്പോഴും പോരാ, അല്ലെങ്കിൽ കേന്ദ്ര അവഗണന, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളുടെ അമിത പ്രതീക്ഷയായി ഇത് മാറുമോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. കിട്ടിയാൽ നമുക്ക് സന്തോഷം. കേരളത്തിന് ട്രാൻസ്ഫർ വഴിയോ ഗ്രാൻസ് ഇൻ എയ്ഡ് വഴിയോ കൂടുതൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അത്രത്തോളം ട്രാൻസ്ഫർ ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ കൂടി കേരളത്തിന് ലഭിക്കുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ബാക്കിയുള്ള ഒബ്സർവേഷൻ മേ ബി അടുത്ത റൗണ്ടിൽ പറയാൻ പറ്റും. ശരി, ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഈ നികുതിയേതര വരുമാനം കൊണ്ട് കേന്ദ്രത്തിന്റെ ഞെരുക്കലിനിടയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നാണ് ധനമന്ത്രി പറയുന്നത്. ബജറ്റിൽ കൃത്യമായി പറയുന്നില്ല എങ്കിലും സാമ്പത്തികാവലോകന റിപ്പോർട്ടിൽ 144 കോടിയുടെ വർധനയാണ് നികുതിയേതര വരുമാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്ന എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ, പക്ഷേ അതിൽ പ്രായോഗികമായി എവിടെ നിന്ന് എടുത്തു കൊടുക്കും എന്ന കണക്കുകൾ നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 35,000 കോടിയുടെ പ്രതീക്ഷയാണ് ഈ വർഷം. അടുത്ത നടപ്പ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അതും 68,000 കോടിയാണ് എന്ന്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ കിട്ടാത്തൊരു തുക പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ വീതം വെപ്പ് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നടക്കാത്ത പ്രഖ്യാപനങ്ങൾ എന്നാണോ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? അല്ല, അത് തീർച്ചയായിട്ടും ശ്രീ ആദികേശവൻ പറഞ്ഞ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കൂടുതൽ ഒരു അതായത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ക്രൈറ്റീരിയക്കകത്ത് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കറിയാം. പോപ്പുലേഷൻ എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ, അതുപോലെ ജനനനിരക്ക് അടക്കമുള്ള പല ക്രൈറ്റീരിയകളും 15ാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള കാലത്ത് കേരളത്തിന് നമ്മൾ നേടിയെടുത്ത വികസനത്തിൻ്റെ ഫലമായിട്ട് സെറ്റ് ബാക്കായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ തന്നെ നമുക്ക് ഡിവല്യൂഷൻ്റെ കാര്യത്തിൽ വിനയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു വിമർശനം വളരെ ശക്തമായി കേരളം ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ 16ാം ധനകാര്യ കമ്മീഷൻ പരിഗണിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ
അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അത് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കാണുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഏത് ബഡ്ജറ്റായാലും ഇപ്പോൾ നമ്മൾ തനത് നികുതി വരുമാനമായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഡിവല്യൂഷനായാലും നമുക്ക് എല്ലാം പ്രൊജക്റ്റഡ് ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ശ്രീ ആദികേശവൻ പറഞ്ഞപ്പോൾ ഒരു കറക്ഷൻ എനിക്ക് തോന്നിയത്, ഞാൻ അവിടെ മനസ്സിലാക്കിയത് 2026-27 2,17,552 കോടി രൂപയുടെ ചിലവാണ് ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്ക് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വരുമാനം 1,82,972 കോടി രൂപയും 34,556 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റും കണക്കാക്കുന്നതാണ് ആ ധനകാര്യമന്ത്രി മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ഇനി ആ പ്രൊജക്ഷൻ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്രമാത്രം എത്താൻ കഴിയും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെലവുകൾ അതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തനത് നികുതി വരുമാനത്തിൽ നമ്മളിപ്പോൾ ഈ പ്രശ്നം നമ്മൾ കാണുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള മൊത്തം ട്രാൻസ്ഫർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6.15% കുറഞ്ഞു എന്നാണ് എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത്. അത് ഗ്രാൻഡിൻ്റെ എയ്ഡ് മാത്രം 42.33% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അർഹതപ്പെട്ടിട്ടുള്ള നമ്മുടെ കടമെടുക്കുന്നതിൻ്റെ പരിധി കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ വേറൊരു പ്രശ്നമായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വായ്പ എടുക്കുന്ന കാര്യത്തിൽ 17,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് മൊത്തത്തിൽ വരുത്തിയത്. ഈ 2025-26 അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് മാത്രം 5,900 കോടി രൂപ അങ്ങ് കുറച്ച് കളഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ മറികടക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? മറികടക്കാൻ സാധിച്ചത് തനത് നികുതി വരുമാനം, അത് നികുതിയേതര വരുമാനവും നികുതി വരുമാനവും, അങ്ങനെ തനത് മൊത്ത വരുമാനം ഉയർത്തുന്നതിന് വലിയൊരു ഗണ്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ അത് ശ്രീ KN ബാലഗോപാലിന് നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലും അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണനയെ, കേന്ദ്രത്തിൻ്റെ നിഷേധാത്മക സമീപനത്തിനെ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങി ഈ മാർച്ച് 31 വരെയാണല്ലോ, അത് വെറും 38% ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. അപ്പോൾ വെറും 38% പറയുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരി അഴിക്കുന്നു, മാർച്ച് ആകാനിരിക്കുന്നു. അപ്പോൾ ഇത്രയുമേ ചെലവഴിച്ചിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രഖ്യാപനങ്ങൾക്ക് അർത്ഥം എന്താണെന്നുള്ള ചോദ്യം. ഇനി അതിന് മുന്നത്തെ വർഷം 24-25% വർഷത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലല്ല, ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയ ശേഷം 50% എക്സ്പെൻഡിച്ചർ 50% വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറയ്ക്കുന്ന ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് ഗവർണറുടെ അനുമതി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം അതിൽ വെട്ടിക്കുറവ് വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ആലോചനയിലാണ്. ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപനത്തിന് വിരുദ്ധമായി 50% വെട്ടിക്കുറവ് വരുത്തുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്താണ് അർത്ഥം? അല്ല, അതായത് പ്രഖ്യാപനങ്ങളും റിയാലിറ്റിയും തമ്മിൽ ഒരു എല്ലാ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2,17,000 കോടി രൂപ നമ്മൾ ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചാൽ കൃത്യം ആ 2027 മാർച്ച് 31 ആകുമ്പോൾ അത്രയും കോടി രൂപ ചെലവഴിക്കുന്നു എന്നല്ല അതിനർത്ഥം. അതുകൊണ്ടാണ് ഓരോ ബഡ്ജറ്റും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അല്ല സ്മൃതി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഓരോ ബഡ്ജറ്റിലും ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് ബഡ്ജറ്റും കൂടെ വെക്കലെന്തിനാ, ബഡ്ജറ്റ് കണക്കുകൾ വെക്കലെന്തിനാ? അതായത് അന്നത്തെ നമ്മൾ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ നിന്നും പല സാഹചര്യങ്ങളാൽ ചെലവുകൾ വകമാറ്റിയും പല കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗണന മാറ്റുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒരു സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രക്രിയയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ 38% കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ 38% എന്ന് പറയുന്നത് ഈ 2025-26 സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറേ കൂടി മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ മാർച്ച് 31 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ചെലവഴിക്കലും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. അതിപ്പോൾ കോവിഡ് കാലഘട്ടം വരുമ്പോൾ
അല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കൊണ്ട് പല തീരുമാനങ്ങളും മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം മുഴുവനായി പൈസ 38% ചെലവഴിച്ചിട്ടുള്ളൂ, വളരെ കുറവാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല. അത് സാമ്പത്തിക വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഈ കണക്ക് യഥാർത്ഥത്തിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അടുത്ത വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ ആ ചെലവഴിക്കലിൻ്റെ കണക്ക് വീണ്ടും വരുന്നത്. ഇനി ഈ റിവൈസ്ഡ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ആക്ച്വൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആക്ച്വൽസ് കൂടെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ എത്ര വിഹിതമാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് 38% ചെലവഴിച്ചു എന്നുള്ളത് ഒരു വലിയൊരു അപാകതയോ കുറവോ പാളിച്ചയോ ഒന്നുമല്ല. തീർച്ചയായിട്ടും മാർച്ച് 26 മാർച്ച് 31 ശേഷം അല്ല, ആ 50% വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന കണക്ക് അത് അത്ര പെരുപ്പിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50% ചെലവിൽ വെട്ടിക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ GDP ഗ്രോത്ത് അടക്കം GSDP ഗ്രോത്ത് അടക്കമുള്ള കാര്യങ്ങൾ 9% മുകളിലാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ചില ചെലവഴിക്കലുകളിൽ കുറവ് വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മൊത്തത്തിൽ ബഡ്ജറ്റിൻ്റെ നടത്തിപ്പിനെയോ ഈ തുക ചെലവഴിക്കുന്ന കാര്യത്തെയോ പൊതുവായി അല്ലെങ്കിൽ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നില്ല. അത് ഓരോ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്ത കണക്ക് നോക്കുക. അതായത് 1,30,030 നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 2025-26 പ്രൊജക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവഴിക്കൽ നടത്തിയിട്ടുള്ളൂ. 1,71,974 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളൂ. ആ സാഹചര്യം ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ചെലവുകൾ വെട്ടിക്കുറയ്ക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് വരാം. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. ആ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചില ഇതുവരെ അതാണ് ഞാൻ പറഞ്ഞത്, ബഡ്ജറ്റിനകത്ത് മാത്രം നിന്നുകൊണ്ടല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ്. ബഡ്ജറ്റ് ഈസ് ഓൺലി എ ഫ്രെയിം വർക്ക്, ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകൾ. അതിനകത്ത് കൃത്യമായി അതിനകത്ത് നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കുറവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ കുറവുകൾ വരുത്തുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചെലവഴിക്കൽ കുറയ്ക്കുന്നത് ദോഷകരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷേ അത് ഏത് സാഹചര്യം എന്നുകൂടി നമ്മൾ പരിഗണിച്ചിട്ട് വേണം അതിനകത്തൊരു തീരുമാനത്തിൽ അതിൻ്റെ കൃത്യമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു രീതിയിൽ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതിൽ രഹസ്യാത്മകതയൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടാത്ത ഒരു കാരണമാണ്. പക്ഷേ ഈ 50% വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് പൂർണ്ണമായും ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വരുമാനം കൂടി പ്രതീക്ഷിച്ചാണ് കണക്ക് തീരുമാനിക്കുന്നത്. എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കണക്കിലല്ലല്ലോ ചെയ്യേണ്ടത്. അല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള കിട്ടുന്നത് നമ്മുടെ അർഹതയല്ലേ? അത് പ്രതീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ? കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ അർഹതപ്പെട്ട പണമാണ്. ആ രീതിയിൽ നമുക്ക് കിട്ടേണ്ട ചില കണക്ക് ശരി, അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് ഇല്ല, മുഴുവൻ പ്രഖ്യാപനം ആ രൂപത്തിലാവില്ലല്ലോ. ശരി, ഞാൻ ശ്രീ ആദികേശവന് വ്യത്യസ്ത അഭിപ്രായം വരാം. CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLAയും എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീ ആദികേശവൻ നിന്ന് ശ്രീ പ്രേംകുമാറിലേക്ക് പോയ ശേഷം അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, ബജറ്റ് അവതരണത്തിന് മുൻപ് ഒരു സ്വപ്ന ബജറ്റല്ല, പ്രായോഗിക ബജറ്റാണ് പ്രഖ്യാപിക്കുക എന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് വെറും സ്വപ്ന ബജറ്റ് പ്രഖ്യാപനമാണ്. നടപ്പാക്കാൻ കഴിയുന്ന ഒന്നുമല്ല പ്രഖ്യാപനങ്ങളുള്ളത്. കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അടുത്ത സർക്കാരിന് ബാധ്യതയുണ്ടാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മറുപടി. പ്രതിപക്ഷം ഇത് 2021 പറഞ്ഞതാണ്. തോമസ് ഐസക്ക് ബജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ 2 ശമ്പള പരിഷ്കരണം നടത്തിയ കേരളത്തിലെ ആദ്യ ഗവൺമെൻറ്റും ഏക ഗവൺമെൻറ്റുമാണ് കഴിഞ്ഞ ഗവൺമെൻറ്. എന്നാൽ ആ ഗവൺമെൻറ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഒരു നിലയിലും അതുകൊണ്ട് ഗവൺമെൻറ് അസ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, സാമ്പത്തികമായി പ്രതിസന്ധിയിലുമായില്ല. ഗവൺമെൻറ് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും തുടർന്നു വന്ന ഈ രണ്ടാം പിണറായി സർക്കാർ, LDF സർക്കാർ നടപ്പിലാക്കുക ചെയ്തത്.
ആ നടപ്പിലാക്കിയതിൻ്റെ തുടർച്ചയിലുള്ള അനുഭവത്തിൻ്റെ കരുത്തുമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ആഭ്യന്തര വരുമാനമുള്ള ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാർ ഏതൊക്കെ നിലയിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സംഖ്യ അതെല്ലാം തടസ്സപ്പെടുത്തിയിട്ടും അഭിമാനകരമായ നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ഇന്നിപ്പോൾ രാജ്യത്ത് എന്താണ് കേരളത്തിൻ്റെ പ്രായോഗിക ബജറ്റല്ല എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഗവൺമെൻറ് അധികാരത്തിൽ വരട്ടെ, ഇടതുപക്ഷം മൂന്നാമത് വീണ്ടും ഈ നിർദ്ദേശങ്ങൾ ബജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പ്രയോഗവൽക്കരിച്ച് കാണിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഇതിൻ്റെ ഭാഗമായി പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഒരൊറ്റ ഗവൺമെൻറ്റല്ലേ ഉള്ളൂ. ഓരോ വർഷവും ജനങ്ങൾക്ക് മുമ്പാകെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്താണ്, എത്ര കണ്ട് പൂർത്തീകരിച്ചു എന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് മുഖേന ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു ഗവൺമെന്റല്ലേ രാജ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പറഞ്ഞത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിലെ വാഗ്ദാനം 2500 ആയിരുന്നു. 5 വർഷവും നിങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. കഴിഞ്ഞ ബജറ്റിൽ 400 രൂപ കൂട്ടിക്കൊണ്ട് ഒരു ചെറിയ വർധന 1600 നിന്നും അത് 2000 ആക്കി അല്ലേ? പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ, ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അത് 2500, അതായത് പ്രകടന പത്രിക നടപ്പാക്കുന്ന സർക്കാർ എന്നങ്ങ് പറഞ്ഞതുകൊണ്ട് പ്രകടന പത്രികയിലെ ആ വാഗ്ദാനം ആ പ്രഖ്യാപനമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ലല്ലോ. അതെ, പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളോട് പറയുകയാണ് ഗവൺമെന്റ്. 2021 യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് കേരളത്തിന് കിട്ടിയിരുന്ന സംഖ്യ എത്രയായിരുന്നു? ഇപ്പോൾ കേരളത്തിന് കിട്ടുന്ന സംഖ്യ എത്രയാണ്? എത്ര രൂപയാണ് കേരളത്തിന് കിട്ടുന്നത്? നിങ്ങൾ നോക്കൂ, ഇന്നലെ നാം വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഏതാണ്ട് 5 മാസം സമയമെടുത്തു. 5 മാസം സമയമെടുത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിയമം എന്താ? സെക്ഷൻ 13 പ്രകാരം അവിടെ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ എഴുതി തള്ളാൻ പറ്റും രാജ്യത്തെ ഗവൺമെന്റിന്. ബാങ്കുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ആദ്യം തന്നെ കേരള ബാങ്കിൽ നിന്നെടുത്ത ഇത്തരം ദുരന്തത്തിലകപ്പെട്ടവരുടെ വായ്പ കേരള ബാങ്ക് എഴുതി തള്ളി. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഹൈക്കോടതിയിൽ സമയം ചോദിച്ച് ഒടുവിൽ പറയുകയാണ്, നിയമം മാറ്റിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കൊടുക്കാൻ നിർവാഹമില്ല. ദേശസാൽകൃത ബാങ്കുകൾക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലും അവിടെ കൊടുക്കാൻ കഴിയില്ല. കേരളം അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ലേ കണ്ടത്? അവരുടെ വായ്പ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പറയുകയാണ്. ഏതെല്ലാം മേഖലയിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഏതാണ്ട് 1 മാസം ആയിട്ടില്ല കേരളത്തിന് അവസാന പാദത്തിൽ അനുവദിക്കേണ്ട 12,000 കോടിയിൽ 5,900, ഏതാണ്ട് 6,000 കോടി രൂപ കേരളത്തിന് തരുമെന്ന് പറഞ്ഞ സംഖ്യ അതിൽ വീണ്ടും വെട്ടിക്കുറവ് വരുത്തുകയാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, കേന്ദ്രം അർഹതപ്പെട്ടത് തന്നാൽ. അതെ, അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. അത് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ തീർച്ചയായും എന്താണ് പറഞ്ഞതിൽ ഏതാണ് ഞാൻ പറയുന്നത്? ചോദ്യം പൂർത്തിയാക്കട്ടെ ശ്രീ പ്രേംകുമാർ. അത് നിങ്ങൾ പറയുന്നു ശരിയാണ്, കേന്ദ്രത്തിൽ നിന്ന് വിഹിതമില്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിന്റെ പ്രതീക്ഷയിലാണ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് വിശദീകരിക്കുക? 35,000 കോടി കിട്ടുമെന്ന പ്രതീക്ഷ ഇത്തവണ നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അടുത്ത വർഷം അത് 62,000 കോടിയാകുമെന്നുള്ള പ്രതീക്ഷ വെക്കുകയാണ്. ഈ കോടികളുടെ പ്രതീക്ഷയിലാണ് ഈ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഇത് കിട്ടാത്തതാണ് എങ്കിൽ ഒരു ഘട്ടത്തിൽ പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, നികുതിയേതര വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. ഒരു വശത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന കേന്ദ്ര വിഹിതം കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ്. അത് രണ്ടും കൂടി ചേർന്ന് പോകുന്നില്ല. അല്ല, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഒന്നും കേരളത്തിന് തരാതിരിക്കാനാവില്ല. ഇതിൽ കൂടുതൽ ഇനി വെട്ടിക്കുറയ്ക്കാനാവില്ല കേന്ദ്രത്തിന്. ഞാൻ പറയട്ടെ, രാജ്യത്തെ ഗവൺമെന്റ് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണല്ലോ. അങ്ങനെ ഒരു രാജ്യത്ത് ജനസംഖ്യാനുപാതികമായി കേരളത്തിന് തരാനുള്ളത് തരുന്നില്ല. പക്ഷെ ഒന്നും തരാതെ രാജ്യത്തെ ഗവൺമെന്റിന് കേരളത്തോട് അങ്ങനെ പകപോക്കി പോകാൻ വഴി ഒരു നിലവിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്തമാർന്ന ഫെഡറൽ തത്വങ്ങളെ പാലിക്കാൻ രാജ്യത്തെ ഗവൺമെന്റ് ഇതിൽ കൂടുതൽ ഇനി എന്താ വെട്ടിക്കുറയ്ക്കാനുള്ളത്? രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വർഷം പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചർ ഈ മാസം വരെ 38% മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ഇനി ഫെബ്രുവരി, മാർച്ച് ഒരു മാസം കൂടിയേ ബാക്കിയുള്ളൂ. വെറും 38% നിങ്ങൾ ചെലവഴിച്ചത്. അപ്പോൾ പറയുന്ന ഈ വാക്കിനും പ്രവൃത്തിയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള ചോദ്യം വരാം. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ
കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2024-25 കാലഘട്ടത്തിൽ 50% വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ നിന്നും 50% തുക വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച ആ തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് 50% പിന്നീട് വെട്ടിക്കുറയ്ക്കുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? അപ്പോഴും കേന്ദ്ര വിഹിതം കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ വെട്ടിക്കുറയ്ക്കാനാണെങ്കിൽ ഈ പ്രഖ്യാപനത്തിൽ അർത്ഥമില്ലല്ലോ. വെട്ടിക്കുറയ്ക്കാനല്ല, നടപ്പിലാക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് കേരളം ചെലവഴിച്ച സംഖ്യ എത്രയാണ്? ഇപ്പോൾ കേരളം ചെലവഴിക്കുന്ന സംഖ്യ എത്രയാണ്? അന്നത്തേക്കാൾ കുറവാണോ? കേരളത്തിലെ ബജറ്റ് വെട്ടിക്കുറയ്ക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നാടിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റൂ. 2021 കേരളത്തിലെ 20-21 വർഷത്തിൽ കേരളത്തിന്റെ ചെലവ് എത്രയാണ്? ഇപ്പോൾ 24-25 കേരളത്തിന്റെ ചെലവ് എത്രയാണ്? വരുമാനം വർദ്ധിപ്പിച്ചല്ലേ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ആരുടെയും ശമ്പളം മുടങ്ങിയിട്ടില്ല. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്ന UDF കാലത്തിന്റെ അനുഭവം കേരളത്തിനില്ല. കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഗവൺമെന്റ് എന്തിനാണ് നമുക്ക് ഗവൺമെന്റ്? ജനങ്ങൾ ദുരന്തത്തിലും പ്രയാസത്തിലും പ്രകൃതിക്ഷോഭത്തിലും അകപ്പെടുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവരെ ചേർത്ത് നിർത്താനുമാണ്. പ്രഖ്യാപിച്ച വീടുകൾ കേരളത്തിലെ ഗവൺമെന്റ് വയനാടിലും മുണ്ടക്കയിലും ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയല്ലേ. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് കേരളത്തിലെ ഏത് മണ്ഡലത്തിലാണ് ഏറ്റവും മികച്ച സൗകര്യമുള്ള ഒരു താലൂക്ക് ആശുപത്രിയോ അല്ലെങ്കിൽ സമാനമായ CSCയോ ഇല്ലാത്തത്? വിദ്യാഭ്യാസ രംഗത്ത്, വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടം എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സ്റ്റേറ്റ് ആയിട്ട് സംസ്ഥാനം പറഞ്ഞാൽ, വ്യവസായ മന്ത്രി പറഞ്ഞാൽ കേൾക്കുവോ? പൂർണ്ണമായിട്ടും ഇവിടെ വ്യവസായം നടത്തുന്ന സംരംഭകരുടെ അഭിപ്രായത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ സർവേ. അതിനെല്ലാം ഞാൻ ഒറ്റ കാര്യമേ ഇത് പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേരളം വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടായിട്ട് നിൽക്കുകയാണ്. കേരളം, ഈ നാട് നമ്മുടെ സമൂഹത്തിനാകെ, ഇന്ത്യക്കാകെ അഭിമാനമാകുന്ന നാടായിട്ട് മാറുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ 1 മാസം പോലും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാണ്. 10 വർഷം മാത്രമാണോ വർഗീയ സംഘർഷം ഇല്ലാത്ത? അതിനു മുമ്പ് വർഗീയ സംഘർഷങ്ങളായിരുന്നോ? ആണോ? ഞാൻ വർഗീയ സംഘർഷങ്ങളുടെ ഒരു കണക്ക് നമുക്ക് എടുക്കാം. രാജ്യത്ത് 10 വർഷം മുമ്പത്തെ സാഹചര്യം ഞാൻ ചോദിച്ചത്. വർഗീയ സംഘർഷങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ട്. കേരളത്തിലെ കണക്കാണ് ചോദിച്ചത്. കേരളത്തിൽ 10 വർഷമായി മാത്രം വർഗീയ കേരളത്തിൽ മാത്രമായിട്ട് നിൽക്കില്ല. അല്ല, കേരളത്തിലെയാണല്ലോ പറയുന്നത്. കേരളത്തിലെയാണല്ലോ പറഞ്ഞു തുടങ്ങിയതും. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെയാണ് പറഞ്ഞത്, കേരളത്തിലെയാണ് പറഞ്ഞു തുടങ്ങിയത്, കേരളത്തിലെ തന്നെ പറയുകയും ചെയ്യാം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. 10 വർഷം മുമ്പ് വർഗീയ ശക്തികൾക്ക് രാജ്യത്തുള്ള സ്വാധീനമല്ല ഇപ്പോ. ഇവിടെ വാട്സപ്പിന്റെ പേരിൽ ഹർത്താൽ നടന്ന നാടാണ് കേരളം. RSS ആസൂത്രണം ചെയ്യുകയും SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്യുകയും നടത്തുകയും ചെയ്ത ഹർത്താൽ നടന്ന നാടാണ് കേരളം. ഇവിടെ വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത ഒരു നാട് കൂടിയാണ് കേരളം. വെള്ളാപ്പള്ളിക്കെതിരെ എന്നല്ല, വർഗീയമായ പ്രസ്താവന ആര് നടത്തിയാലും അതിനെ തള്ളിപ്പറയാൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റ് തള്ളുന്നു എന്ന് പറയാൻ ഒരു സർക്കാർ. വെള്ളാപ്പള്ളിയേക്കാൾ വർഗീയപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ള ആളുണ്ടല്ലോ. അതിനേക്കാൾ എന്നൊന്നും അങ്ങ് വിശദീകരിക്കും. എന്താണ് അതിനേക്കാൾ? ആരാണ്? ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, മതമല്ല പ്രശ്നം എന്ന് പറയുന്ന കേരളത്തിൽ മതമാണ് പ്രശ്നം എന്ന് പറയല്ലേ. 9.5 കൊല്ലത്തെ ഭരണം MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം വർദ്ധിപ്പിക്കാനല്ല, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണെന്ന് പറയല്ലേ. അപ്പൊ അതായത് ഇന്ന് നടത്തിയ ബജറ്റ് പ്രസംഗം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു തുടക്കത്തിലെങ്കിലും, അല്ലെ? രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം, പ്രതിപക്ഷത്തെ എതിരെ ഉന്നയിക്കാവുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രസംഗം. അങ്ങനെ സാധാരണഗതിയിൽ ബജറ്റ് പ്രസംഗത്തിൽ കാണാറില്ല, ബജറ്റ് പ്രഖ്യാപനത്തിൽ കാണാറില്ല. എന്താണോ നിലവിലുള്ള സമൂഹത്തിലെ സാഹചര്യം, ആ സാഹചര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, ഇവിടെ കേരളത്തിലെ ഒരു സംസ്ഥാനത്തിലും ഒരു സമുദായത്തിനും ശ്വാസം മുട്ടില്ല, അങ്ങനെ ശ്വാസം മുട്ടുണ്ട് എന്ന് പറയുന്ന പ്രതികരണത്തെ ഞങ്ങളിതാ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു തുടങ്ങണമായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൽ രാഷ്ട്രീയം സംശയിക്കില്ലായിരുന്നു.
അല്ല, ഇതിലെന്താ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൽ അതാണ് തീയാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലത് അതല്ല മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എന്നിടത്താണ് പ്രശ്നം വരുന്നത്. ലിജു പറയട്ടെ. ശ്രീ എം ലിജു, രാഷ്ട്രീയ പ്രസംഗത്തോടുകൂടി ബജറ്റ് അവതരിപ്പിച്ചതോടെ ബജറ്റിലെ പവിത്രത നഷ്ടപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. പക്ഷേ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിലെ ഒരു നേതാവിനെ മാത്രം ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ കരുതുന്നില്ല എന്ന് തന്നെ CPM നേതാക്കൾ പറയുകയാണ്. KM ഷാജിയുടെ ഒരു പ്രസംഗം അതിന്ന് ബജറ്റ് പ്രസംഗത്തിൽ പോലും വരുമെന്ന് കരുതിയില്ല, അതിലേക്ക് വരെ എത്തിയിരിക്കുന്നു. മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഒരു വർഗീയ പ്രസംഗമാണ് എന്ന് CPM ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ അത് പറയുകയാണ്, ബജറ്റിൽ തന്നെ അത് കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് മറുപടി? യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട്, അതിദയനീയമായൊരു ഭരണം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയ വിഭജനത്തെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമല്ല, അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇന്നത്തെ ഈ ഒരു ബജറ്റ് പ്രസംഗത്തിലും അത്തരം മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം ഒരു ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് അല്ല. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ ഡോക്യുമെൻ്റാണ്. ആ വിഷൻ ഡോക്യുമെൻറ്റിനകത്തും വർഗീയ വിഷം കലർത്താനാണ് ഇവർ ശ്രമിച്ചത്. ഇപ്പോൾ KM ഷാജിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തിന് വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾക്കപ്പുറത്ത് മറ്റ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള വെല്ലുവിളിയല്ല. ഒരു സമൂഹത്തിന് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെക്കുറിച്ച് ആ സമൂഹത്തെ മുഖ്യമായി പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ അവകാശമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് ഷാജി പറഞ്ഞിട്ടുള്ളത്. അത് മറ്റൊരു വിഷയം, യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമേ അല്ല. പക്ഷേ ഇന്ന് കേരള ബജറ്റിൻ്റെ ദിവസവും അതാണ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ സ്മൃതി സംസാരിക്കുമ്പോൾ പദ്ധതി ചിലവിനെക്കുറിച്ചുള്ള ചർച്ച ഒഴിവായി, എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ചർച്ച ഒഴിവായി ഇന്ന് സ്മൃതി ചോദിക്കുന്നത് മതത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിൻ്റെ കാരണം സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിലും അതാണ് വിഷയമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. CPMൻ്റെ ഒരു പ്രകൃതി വന്നിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അതാണ്. നിങ്ങൾ മറുപടി പറയേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ നിങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളുടെ സ്ഥിതി എന്തായി? 2500 രൂപയുടെ പെൻഷൻ്റെ സ്ഥിതി എന്താണ്? ഈ ജനുവരി മാസം എത്തിയിട്ടും 38% മാത്രമുള്ള പദ്ധതി ചിലവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളുടെ 38% മാത്രം ചിലവഴിച്ചിട്ട് വീണ്ടും പൊള്ളയായ പ്രഖ്യാപനങ്ങൾ നടത്തി കേരളത്തെ ഞങ്ങൾ ഒരു ഒട്ടോപ്യൻ രാഷ്ട്രമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒട്ടോപ്യൻ സംസ്ഥാനമാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഗീർവാണങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതല്ല ഇവിടുത്തെ വിഷയം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞതിൻ്റെ കാരണം എന്താണ്? മുൻകാലങ്ങളിൽ നിങ്ങൾ പ്രഖ്യാപിച്ച പാക്കേജുകൾ, ഇടുക്കി പാക്കേജ്, കുട്ടനാട് പാക്കേജ്, നിങ്ങളുടെ 2 ലക്ഷത്തിൻ്റെ ലാപ്ടോപ്പ് പദ്ധതികൾ, അത്തരം പദ്ധതികൾ ആവിയായി പോയിട്ടും എന്നിട്ട് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പാചക തൊഴിലാളികളുടെ ശമ്പളം പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ അംഗനവാടി വർക്കർമാരുടെ പെൻഷൻ പോലും കൊടുക്കാതെ മാസങ്ങളോളം കുടിശ്ശികയാക്കുകയും ആശാ വർക്കർമാരുടെ സമരം അവർ അതിദയനീയമായ സ്ഥിതിയിലുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ഇനി 1 മാസം മാത്രം അവശേഷിക്കുന്ന ഒരു സർക്കാർ, മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കെയർ ടേക്കർ ഗവൺമെൻറ്റായി മാറുന്നൊരു സർക്കാർ വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൻ്റെ പൊള്ളത്തരം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഇന്നും വർഗീയത ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ ബജറ്റ് പ്രസംഗത്തെയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി എന്നത് അതിദയനീയമായൊരു കാഴ്ചയാണ്. കേരള സമൂഹത്തിലൊട്ടും ഗുണപരമായ ഒന്നല്ല അത്. പക്ഷേ ശ്രീ എം ലിജു, പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട, പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്നുള്ളത്, നിങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമായിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനോട് നിശബ്ദത പാലിക്കുന്നത്? നിങ്ങൾ BJPക്കെതിരെ നിങ്ങളാണ് ശക്തമായി പ്രതികരിക്കുന്നതെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ കേന്ദ്രവിഹിതം കിട്ടാത്തതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ഒരു ആവലാതിയുമില്ല എന്നൊരു കാര്യം. രണ്ടാമത്തത്, ഈ അവസാന ബജറ്റ് പിന്നെ എങ്ങനെ ആയിരിക്കണം എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ബദൽ മുന്നിൽ കാണിക്കാനാകണം. അപ്പോൾ ഇങ്ങനെയല്ല ബജറ്റ് അവതരണമെങ്കിൽ എങ്ങനെയാകണം? അതുകൂടി പറയാം. ഇപ്പോൾ കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച്, കേന്ദ്ര നയങ്ങൾ എന്നതൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്ന ഒന്നല്ല. നമുക്ക് ലഭിക്കേണ്ട വിഹിതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 53,000 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കേരള സംസ്ഥാനത്തിന് ലഭിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ഫലപ്രദമായി ചിലവഴിക്കുന്നതിന് പകരം, അത് ക്രിയാത്മകമായി ചിലവഴിക്കുന്നതിന് പകരം ഇവർ യഥാർത്ഥത്തിൽ
ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് പലപ്പോഴും ഫണ്ടുകളെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ജോയിൻറ്റ് മൂവ്മെൻറ്റിന് മുഖ്യമന്ത്രിയോ ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? കേന്ദ്ര വിഹിതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രാൻറ്റ് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്ത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നിയമസഭ കൂടി ചർച്ച ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി ഇതാണ് സ്ഥിതി, നമുക്കതിനോട് രാഷ്ട്രീയമായ എതിർപ്പുണ്ട്, പക്ഷേ ഈ ഫണ്ട് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, എന്ത് ചെയ്യണം? അങ്ങനെയാണോ ഇവിടെ കേരളത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? പ്രധാനമന്ത്രി നേരെ പോകുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കുന്നു, അമിത്ഷായോടും നരേന്ദ്രമോദിയോടും സമ്മതം പറഞ്ഞ് കരാർ ഒപ്പിട്ട് ക്യാബിനറ്റ് അറിയിക്കാതെ CPI അറിയിക്കാതെ തിരിച്ചു പോരുകയല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേന്ദ്രവുമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക വിതരണത്തിലെ പ്രശ്നങ്ങൾ, അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറത്ത് ഇവർക്ക് ആവശ്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് അതിൻ്റെ സത്യം. കേരളം കൃത്യമായി ഒരു ധവളപത്രം പുറത്തിറക്കപ്പെടേണ്ടതുണ്ട്, ഒരു സാമ്പത്തിക ധവളപത്രം. ഏതൊക്കെ തരത്തിലാണ് കേന്ദ്ര ഫണ്ട് നിഷേധിക്കപ്പെടുന്നത് കേരള മുഴുവൻ ചർച്ച ചെയ്യണം. ഇവർ കേന്ദ്രം പറയുന്ന പോലെ ഡെഫിസിറ്റ് ഗ്രാൻറ്റുകൾ വാങ്ങിയിട്ട് വെറുതെ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത് എന്നുണ്ടെങ്കിൽ കൃത്യമായ ഓരോ വിഷയവും പറഞ്ഞ് കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷം കൂടി ലഭ്യമാക്കുന്ന തരത്തിൽ ഒരു ഡോക്യുമെൻ്റ്, ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് കേരള നിയമസഭ ചർച്ച ചെയ്യണം. കേരളത്തിലെ പൊതുസമൂഹത്തിന്, മാധ്യമങ്ങൾക്ക് ഒരു ഫോർ ഡിസ്കഷൻ കേരളത്തിലാകുമ്പോൾ, കേരളത്തിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണല്ലോ BJP ഒക്കെ തന്നെ, അവർക്കെതിരായുള്ള അതിശക്തമായ ജനവികാരം ഉണർത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമ്മർദ്ദത്തിന് അതിന് അനിവാര്യമാണ്. ഇത് അതുപോലെ ചെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര ഫണ്ട് നിഷേധിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് യാതൊരു സുതാര്യതയും പുലർത്താത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലുള്ളത്. അവർക്കതിൽ വിഷമവുമില്ല. കേന്ദ്രം ഫണ്ട് നിഷേധിക്കുന്നതൊന്നും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളല്ല എന്നാണ് അതിൻ്റെ സത്യം. ശരി, ശ്രീ പ്രേംകുമാർ, അതിനൊന്ന് മറുപടി പറഞ്ഞ ശേഷം ഇടവേളയിലേക്ക് പോകാം. ഈ പറയുന്ന ധവളപത്രം ഇറക്കണം എന്ന് പറയുക, നിങ്ങൾ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല, കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ പറയുന്നു, അതേസമയം ചില കാര്യങ്ങൾക്ക് പോയി ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ലിജുവിൻ്റെ ആരോപണം. രണ്ടാമത്തത് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടാണ്. ആശമാർ എത്ര മാസങ്ങളോളമാണ് വെയിലും മഴയും കൊണ്ട് അവിടെ സമരം ചെയ്തത്. അവരെ അധിക്ഷേപിക്കുന്ന ചില നേതാക്കൾ വരെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇവർ തൊഴിലാളികളല്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു പല നേതാക്കളും ചർച്ചകളിൽ തയ്യാറായത്. അവർ തൊഴിലാളികളല്ല, കേന്ദ്രം കൊടുക്കേണ്ടതാണ്, കേന്ദ്രത്തിന് കീഴിൽ വരുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1000 രൂപ ഓണറേറിയം എങ്ങനെ കൂട്ടാനായി എന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. ആശാ വർക്കർമാരുടെ കാര്യമായിട്ട് ആദ്യം പറയാം. ആശാ വർക്കേഴ്സ് സ്കീം വർക്കേഴ്സാണ്. ആശ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ളത്. അംഗൻവാടിക്കാർ സ്കീം വർക്കേഴ്സാണ്. നമ്മുടെ സമൂഹത്തിലെ NHM വർക്കേഴ്സ് സ്കീം വർക്കേഴ്സാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിന് സ്കീം വർക്കേഴ്സിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് കാണാൻ കഴിയില്ല. ഒക്ടോബർ മാസം 29-ാം തീയതിയുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെ 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച ഓണറേറിയം കേരളത്തിൽ ആകെ വിതരണം ചെയ്തു. ആശമാരുടെ മാത്രമല്ല, അംഗൻവാടി ഹെൽപ്പർ, അംഗൻവാടി വർക്കർ, സ്കൂൾ പാചക തൊഴിലാളി പ്രതിദിനം 50 രൂപ വീതം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനം നടപ്പിലാക്കി കേരളത്തിൽ. ഞാനൊന്ന് പറയട്ടെ, പറ്റില്ല എന്നല്ല. ആര് പറഞ്ഞു? സ്മൃതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതാ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ആശമാരുടെ വേതനം ഇതിനു മുമ്പ് സ്റ്റേറ്റ് ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണോ സ്മൃതി പറയുന്നത്? ഇതിനു മുമ്പ് നിരവധി തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം വാങ്ങുന്ന, അഥവാ ഈ നിലയിൽ ആശമാർ അലവൻസ് മേടിക്കുന്നതിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ കേരളമാണ്. ആ വർദ്ധിപ്പിച്ചത് മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മുന്നിൽ സമരം മന്ത്രിമാർ പറഞ്ഞത് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് തന്നെയല്ലേ ഇവിടുത്തെ മന്ത്രിമാർ പറഞ്ഞത്? ഞങ്ങളും വരാം, നമുക്ക് പോകാം കേന്ദ്രത്തിന് മുന്നിൽ. അതെ, നമുക്ക് പോകാം. കാരണം എന്താണ്? എന്താ INTUCയുടെ നിലപാട്? കോൺഗ്രസിന്റെ രാഷ്ട്രീയം അംഗീകരിക്കുന്ന INTUC ഈ സമരത്തിന് നേതൃത്വം കൊടുത്തോ? സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? എത്ര ആശാവർക്കർമാർ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നു? രാജ്യത്ത് INTUCയും CITയും INTUCയുടെ നേതാവിനെ തള്ളിക്കൊണ്ട് ഒരു മിനിറ്റ്, നിങ്ങൾ എനിക്ക് സമയം സ്മൃതി ഇങ്ങനെ പൂർണ്ണമായി. അതെ, സ്മൃതി ഞാൻ ഓരോ വാചകം പറയുമ്പോഴും കയറി ഇടപെടുകയാണെങ്കിൽ പിന്നെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്, ഇന്ത്യയിൽ ഇടതുപക്ഷം പറയുന്നത്, CIT ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ സംഘടന പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാണ്.
അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് മിനിമം വേജസ് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, രാജ്യത്തെ ഗവൺമെന്റ് ആണ്. സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കും എതിരായിട്ടാണ്. ആ നിലപാട് തന്നെ എപ്പോഴും ഉള്ളത്. പക്ഷേ അത് കിട്ടുന്നത് വരെ നിങ്ങൾ കാത്തുനിന്നോ എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല കേരളം. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഈ പറഞ്ഞ കേന്ദ്രത്തിലും CITU ദേശീയ തലത്തിൽ നടത്തിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ദേശീയ തലത്തിൽ എളമരം കരീം അടക്കം നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഓണറേറിയം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരങ്ങൾ. ഇവിടെ വന്നിട്ട് ഇവിടെ കേരളത്തിലെടുത്ത സമീപനത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയുകയും ആശമാരെ അധിക്ഷേപിക്കുകയും ചെയ്ത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കൂട്ടി എന്താണ്? തെരഞ്ഞെടുപ്പ് വരുന്നോണ്ടാണ്. ഇപ്പോഴല്ല 2 മാസം മുമ്പ് 3 മാസം മുമ്പ് കൂട്ടി. അതെ 2 മാസം മുമ്പ് കൂട്ടി, ഇപ്പോഴും കൂട്ടി. അപ്പോൾ അവർ ഈ സമരം ചെയ്യുന്ന സമയത്ത് കൂട്ടി, ഇനിയും കൂട്ടും. ഇതിനു മുമ്പ് 2 മാസം മുമ്പ് മാത്രമല്ല, 2 മാസം മുമ്പ് മാത്രമല്ല, ഇതിനു മുമ്പ് 7 or 8 തവണ കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ LDF സർക്കാരാണ്. ആദ്യമായിട്ടല്ല കേരളത്തിൽ ആശമാരുടെ ഓണറേറിയം കൂട്ടുന്നത്. ഇനിയും കൂട്ടും. അല്ല, പഴയ കാര്യങ്ങളല്ല, ഞാൻ പുതിയ കാര്യങ്ങളാ പറയുന്നത്. ഞാൻ ഒന്നുകിൽ എന്നെ പറയാനൊന്നും അനുവദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കയറി ഇടപെടുകയാണെങ്കിൽ പിന്നെ ഇതൊരു ശരിയായ രീതിയല്ല. നമ്മുടെ ഒരു ചർച്ചയല്ലേ ശ്രീ പ്രേംകുമാർ? ഇത്രയും സംസാരിച്ചല്ലോ, അങ്ങ് പറഞ്ഞ സമയം മനസ്സിലായി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് അനുവദിക്കുന്ന സമയം നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ബജറ്റിലും കൂട്ടി, ഇപ്പോഴും കൂട്ടി, ശരിയാണ്. അതിനു മുമ്പാണല്ലോ സമരം നടന്നത്. സമരകാലത്ത് കൂട്ടിയില്ല, കൂട്ടാതിരിക്കുന്നതിന് നിങ്ങൾ അതല്ല ഞാൻ പറയുന്ന കാരണം, സ്കീം വർക്കേഴ്സ് എന്നാൽ ആശ മാത്രമല്ല, എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യം ഗവൺമെന്റ് ഇതിനു മുമ്പ് 7 or 8 തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ചതിന്റെ തുടർച്ചയിൽ 2 മാസം മുമ്പ് കൂട്ടി. ഇപ്പോൾ ആശമാരുടെ മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടി, ഇനിയും കൂട്ടും. എങ്കിലും ഞങ്ങളുടെ നിലപാട് കേന്ദ്ര സർക്കാർ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കണമെന്നാണ്. നിങ്ങൾ ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമായിരിക്കും. അതിന് എപ്പോ കൂട്ടുമെന്ന് എനിക്കറിയില്ല. ശ്രീ ആദികേശവൻ പറയാം, ഒന്ന് കേൾക്കൂ, ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് കേൾക്കൂ. അതെ, സ്മൃതിയും, അതായത് ശ്രീ ജോർജ് ജോസഫ് കണക്കിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ കണക്കിൻ്റെ ആധാരം നമ്മുടെ ബഡ്ജറ്റ് ഇൻ ബ്രീഫ് എന്നുള്ളതിൻ്റെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് ടേബിൾ A1 ആണ് അതിന് ആധാരം. ഞാൻ ഈ മൊത്തം ചിലവ് അല്ലെങ്കിൽ മൊത്തം വരുമാനം, സാധാരണ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം എന്താണ് നോക്കുന്ന ഒരു സംഖ്യയാണത്. ഈ വർഷം 25-26 സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം എല്ലാം ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് 1,98,000, ലാസ്റ്റ് 3 digits ഞാൻ പറയുന്നില്ല, റിവൈസ് ചെയ്തപ്പോഴത്തേക്കും, അതായത് വീണ്ടും ഒരു അവലോകനം നടത്തി, സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ മറ്റേതൊന്നും കൂടി അവലോകനം ചെയ്യും. നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ സൈസ്, വരുമാനവും എക്സ്പെൻഡിച്ചറും ഒരേ ഫിഗർ ആയിരിക്കും. അത് 198 നിന്നും 192 ആയിട്ട് കുറയുന്നു. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 1,92,000 നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ഗവൺമെൻറ് മൊത്തം വരുമാനവും ചിലവുമാണെങ്കിൽ, അടുത്ത വർഷം 26-27 നമ്മുടെ ഫിഗർ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2,39,000 രൂപ വരവും, അതെ കടവും ഒക്കെ ചേർത്തിട്ടാണ് 2,39,000 വരവും, അതേ 2,39,000 സംതിങ് ചിലവും. എൻ്റെ ചോദ്യം അല്ല സ്മൃതി അതാണ്. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, ഈ സെൻട്രൽ ഗവൺമെൻറ് ട്രാൻസ്ഫർ അവിടെയാണല്ലോ 34,000 കോടിയുടെ വർധനവ് വന്നിട്ടുള്ളത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് 34,000 കോടി അധികം 26-27 കാലഘട്ടത്തിൽ കേരളത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ആ ഫിഗർ അവിശ്വസനീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 23-24 നമുക്ക് കിട്ടിയ ടോട്ടൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 33,000. ഞാൻ ബാക്കിയുള്ള ബിഗ് ഫിഗർ മാത്രം. 24-25 നമുക്ക് കിട്ടിയത് 31,000. 25-26 റിവൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 34,000. അപ്പോൾ 30,000 അടുപ്പിച്ചുള്ള 3 വർഷത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ തുക ഒറ്റയടിക്ക് നമ്മൾ 68,000 എന്ന് പ്രതീക്ഷിക്കുന്നു. 2 കാര്യം കൂടി പറയാം, കാരണം മറ്റുള്ള കുറേ വിഷയങ്ങൾ വന്നതുകൊണ്ട്. ഈ 68,000 എന്നുള്ളത് നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ 16th ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് ചിലപ്പം സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അറിയാമായിരിക്കാം. അതറിയാം, ഇത് സംഭവിക്കും എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അവിടെയും ഒരു ആശങ്ക എനിക്കുള്ളത്, ഈ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഇസ് നോട്ട് ലീഗലി ബൈൻഡിങ്. അതായത് അത് സ്വീകരിക്കാനോ തള്ളാനോ ഉള്ള സ്വാതന്ത്ര്യം കേന്ദ്രത്തിനുണ്ട്. അവിടെയാണ്
പെട്ടെന്ന് ഈ നിമിഷം വരെ കേന്ദ്രം നമ്മളെ അനുകൂലിക്കുന്നില്ല എന്ന് നിരന്തരം പറയുന്ന നമ്മൾ, ഞാനും ഇതിലൊക്കെ ഉൾപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് കണക്കിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ കേന്ദ്രം മലക്കം മറിഞ്ഞ് അരവിന്ദ് പാണഗിരിയുടെ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ഇതായിരിക്കും, അത് നമുക്കറിയാം. മാത്രമല്ല ആ റെക്കമെൻഡേഷൻ കേന്ദ്രം അപ്പടി സ്വീകരിക്കും. അതുമൂലം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള ട്രാൻസ്ഫർ 34,000 കോടി എന്നുള്ളത് ഡബിൾ ചെയ്യും, 68,000 കോടി. സാധാരണ ഒരു ബജറ്റിലും ഇങ്ങനത്തെ ഒരു വലിയ ഒരു ജമ്പ് സ്മൃതി നമ്മൾ കണ്ടിട്ടില്ല. ഇനിയും ആക്ച്വലി വളർച്ചയെക്കുറിച്ചൊക്കെ പരാമർശിക്കാനുണ്ട്. ഒരു മിനിറ്റ് കൂടി തന്നാൽ. അതേസമയം നമ്മുടെ ഈ എക്കണോമിക് സർവേ പ്ലാനിംഗ് ബോർഡിൻ്റെ 24-25 കാലഘട്ടം വരെയുള്ള ഫിഗറേ അതിലുള്ളൂ. അതൊരു പോരായ്മയാണ്. കാരണം ഇന്ന് സ്മൃതി നമ്മൾ ചർച്ച ചെയ്യുന്നത് 26-27 ബഡ്ജറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 25-26 എങ്കിലും ഫിഗർ നമുക്ക് വേണം. നമുക്കൊരു പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നിട്ടും പരമ്പരാഗതമായി ഇത് കേരളത്തിൻ്റെ ഒരു ഫീച്ചറാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് സർവേ അവതരിപ്പിക്കുമ്പോൾ അവർ പരമാവധി പറഞ്ഞു നിർത്തുന്നത് 24-25 കണക്കാണ്. അപ്പം നമുക്കൊരു ബേസിസ് ഇല്ല. പക്ഷെ അത് വെച്ച് നോക്കിയാൽ പോലും ടോട്ടൽ റവന്യൂ റിസീറ്റ്സ്, അതായത് സംസ്ഥാനത്തിന് കിട്ടുന്ന റവന്യൂ വരുമാനം മൊത്തം 1,24,000, 23-24, 24-25 അതേ 1,24,400 കോടി മാത്രം വർധനവ്. 25-26 റിവൈസ് എസ്റ്റിമേറ്റ് 1,37,000. പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും 26-27 1,82,000. 1,37 എന്നുള്ളത് 1,82 ആവുന്നു. ഇതാണ് ശരിക്കും. ഞാൻ ആ ടോട്ടൽ പറഞ്ഞ കണക്ക് ശ്രീ ജോർജ് ജോസഫ് ഒന്നുകൂടി നോക്കട്ടെ. A1 ടോട്ടൽ റെസീറ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിന്റെ സൈസാണ് ഞാൻ പറഞ്ഞത്. ഫിഗർ തെറ്റാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എന്റെ മുമ്പിൽ ആ ഡേറ്റ ഉണ്ട്. ശരി ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഇവിടെ ബജറ്റിനെതിരെ സെക്രട്ടേറിയറ്റിന്റെ ആക്ഷൻ കൗൺസിൽ സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഈ ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം എന്തുകൊണ്ട് നേരിട്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. അതിനൊരു സമയം, അത് പഠിക്കാനുള്ള സമയം കമ്മീഷൻ നിയമിക്കുന്നു. അത് പഠിച്ച് റിപ്പോർട്ട് നൽകുമ്പോഴേക്കും 3 മാസമാകും. അപ്പോൾ ഈ സർക്കാരിന് എന്തായാലും നടപ്പാക്കാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരെ അങ്ങനെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗിമ്മിക്കാണ് എന്നാണ് പറയുന്നത്. മറുപടി. സ്മൃതിയുടെ വിശദീകരണം പൂർണ്ണമായും കേട്ടതിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാം. സ്മൃതിയുടെ ഒരു വിശദീകരണം കൂടെ അങ്ങ് പറഞ്ഞോട്ടെ. എന്റെ ചോദ്യത്തിന് ഉത്തരം. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കണക്കാക്കണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾ ഉടനെ പറയുമല്ലോ ഓരോ ചോദ്യത്തിനും. ഇപ്പോൾ നിങ്ങൾ വളരെ ക്ഷമാപൂർവ്വം നേരത്തെ ഇവിടെ ശ്രീ എസ് ആദികേശൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാരിന്റെ ബജറ്റാണ്, വിമർശനങ്ങൾ വരും, ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ അസഹിഷ്ണുതയൊക്കെ മാറ്റിവെച്ചൊരു ആൻസർ പറയുന്നേ. ചോദ്യമല്ലേ ചോദിച്ചത്? അതെ, അസഹിഷ്ണുത എന്നോട് മാത്രമാണ്. അസഹിഷ്ണുത ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഫ്ലോറിൽ. ഞാൻ ആശമാരുടെ കാര്യം ഇവിടെ ശ്രീ ലിജു സംസാരിച്ചതിനെ തുടർന്ന് എന്നോട് പ്രതികരിക്കാൻ പറഞ്ഞ 2 കാര്യത്തിൽ 2 മിനിറ്റ് ആണെങ്കിൽ ആ 2 മിനിറ്റ് എനിക്ക് അനുവദിക്കണ്ടേ? അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ. അതിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ നിങ്ങളുടെ ഗസ്റ്റായിട്ട് ഇവിടെ വന്ന ആളാണല്ലോ. അതിൻ്റെ ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിക്കണമല്ലോ ഫ്ലോറിൽ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എനിക്ക് ഇത്ര സമയം 2 മിനിറ്റ് ആണ്, ഞാൻ ആ 2 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളാം. 1 സെക്കൻഡ് ഞാൻ അധികം ചോദിക്കുന്നില്ല. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും സമയം തന്നാൽ ഞാൻ മറുപടിയും പറയാം. സമയം കളയണ്ട, പറഞ്ഞോളൂ. അപ്പോൾ ഇതിൽ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് കേരളത്തിൽ 2 ശമ്പള പരിഷ്കരണം നടത്തിയ ഗവൺമെന്റാണ് കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. 3 മാസം സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ അത് നടപ്പാക്കുമെന്നാണ് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ 3 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാൻ പാടൂ എന്നില്ല. ആ കമ്മീഷൻ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് സ്വാഭാവികമായും പൊതുവിൽ ജീവനക്കാരുടെ സംഘടനകളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ കൂടി സ്വാഭാവികമായും അവരുടെ ആശങ്കകളും ഒക്കെ പരിഹരിക്കുന്ന നിലയിൽ റിപ്പോർട്ട് കൊടുക്കുകയും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും ചെയ്യും. മാത്രമല്ല, കേരളത്തിൽ ജീവനക്കാരുടെ എല്ലാ ഘട്ടത്തിലും ഇവിടെ മുണ്ട് മുറുക്കി ഉടുക്കാൻ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ജനങ്ങളുടെ ശത്രുക്കളായി കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ നിലപാടല്ല, ആ സമീപനമല്ല കേരളത്തിലെ സർക്കാരിനുള്ളത്. ഈ പറഞ്ഞ ഒരു വാഗ്ദാനവും
ലംഘിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ്. പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞത് പൂർണ്ണമായും ചെയ്യുകയും ചെയ്യും. കേരളത്തിൻ്റെ മുൻ അനുഭവം അതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരമൊരു സമീപനമാണ് ഇതിനു മുമ്പും സ്വീകരിച്ചിട്ടുള്ളത്. ജീവനക്കാർക്ക് ആശങ്കയുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ പ്രതിനിധികളുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബജറ്റല്ല. കേരളത്തിലെ ഗവൺമെൻറ് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും വരും ഈ സർക്കാർ എന്ന പൂർണ്ണ ബോധ്യത്തോടെ പ്രായോഗികമായി അവതരിപ്പിച്ചിട്ടുള്ളൊരു ബജറ്റാണ്. ആ നിലയിൽ കേരളത്തിലെ ജീവനക്കാരും അതിനെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ കാലത്ത്, ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചതാണ് അല്ലേ? ഈ സർക്കാരിന്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മുതലല്ലേ പുതിയ സാമ്പത്തിക വർഷം. ഫെബ്രുവരി മാസത്തിൽ ഇനിയും സമയമുണ്ടല്ലോ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ. 3 മാസം എന്ന സമയം പറഞ്ഞത് സ്വാഭാവികമായും ആ 3 മാസം 90 ദിവസം തന്നെ എടുക്കണമെന്നില്ലല്ലോ. ഏപ്രിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണല്ലോ സൂചന. അതെ, ഫെബ്രുവരിയിൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്നില്ലല്ലോ. അല്ല, 3 മാസം എന്നാണ് പറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ. ഫെബ്രുവരി ഒരു മാസം ഉണ്ടല്ലോ. അല്ല, അടുത്ത മാസമാണ് ഫെബ്രുവരി. 3 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പെടില്ലേ സ്മൃതി? ഫെബ്രുവരി പെടില്ല. ഫെബ്രുവരി മാസത്തിൽ അത് പൂർത്തീകരിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ല, 3 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പാടില്ല എന്നാണോ? ശരി, 3 താങ്കൾക്ക് 3 മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ അടുത്ത മാസം തന്നെ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ നിങ്ങൾക്കും പറ്റുന്നില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സംഘടനകളുമായി സംസാരിച്ച് വിവിധ ജീവനക്കാരുടെ സംഘടനകളുമായി മുൻ അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഏതാ നടപ്പിലാക്കാതെ പോയിട്ടുള്ളത്? 2021 അനുഭവം നമുക്കില്ലേ? അന്ന് എന്തായിരുന്നു UDF പറഞ്ഞത്? ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല. തോമസ് ഐസക് ബഡായി പറയാണ്. അവർക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ അവർ പറയും UDF ആണ് വരാൻ പോകുന്നത്. UDF സർക്കാരിന്റെ തലയിൽ അധിക ഭാരം കയറ്റി വയ്ക്കുന്നതിന് വേണ്ടി ഇതാ ഒരു സ്വപ്ന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. നടപ്പിലാക്കിയോ? ആ അനുഭവം കേരളത്തിലെ ജനങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സർക്കാരിനെയും മുന്നണിയെയും പാർട്ടിയും വിലയിരുത്തുന്നത്. നിങ്ങൾ പരിഹസിച്ച് പോയ ശേഷം ഇവിടെ തുടർ ഭരണം ഉണ്ടായി. അത് തന്നെയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും കാണാനിരിക്കുന്നത്. ഇതാണ് CPM MLA-യുടെ വാദം. മറുപടി. അല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? അതായത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭരണകൂടങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, എന്നാണ് അതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് മാർച്ചിലോ ഏപ്രിലോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അതുവരെ 5 വർഷക്കാലവും ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ഒരു നടപടികളും സ്വീകരിക്കാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു മുമ്പ് മാത്രം ഒരു കമ്മീഷനെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഒരു CPM പ്രതിനിധി സ്വാഭാവികമായി അപ്പുറത്തിരുന്ന് ഇത്തരം ഒരു വിഷയം, ഒരു വിഷമസന്ധി നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റാവുന്ന ഒരേ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. CPM വക്താവ് പറഞ്ഞത് 1 മാസം സമയമുണ്ടല്ലോ നോക്കാം എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഇവിടെ നീട്ടിക്കിട്ടുമല്ലോ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ജനത്തിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിച്ചിട്ടും ശക്തമായ തിരിച്ചടി ജനങ്ങൾ CPM-ന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൊടുത്തതിൻ്റെ കാരണം ഇത്തരം പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ്. ജനുവരി മാസം എത്തിയിട്ടും കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച ബജറ്റിൻ്റെ പദ്ധതികളുടെ 38% മാത്രം ചിലവഴിച്ച ഒരു ഗവൺമെൻറ്, അതിന് ഒരു ന്യായീകരണവും അതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. അവർക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഒരു ക്യാമ്പയിനായി ചില പ്രഖ്യാപനങ്ങളെങ്കിലും എടുത്തു കാണിക്കുക എന്നുള്ളതാണ് ഇത്തവണ അവർ ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രതിപക്ഷം അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരി, ശ്രീ ജോർജ് ജോസഫ്, അവസാനമായി ശ്രീ ആദികേശൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ശ്രീ ആദികേശൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വിശദീകരണം എന്താണ്, നമ്മൾ 16-ാം ധനകാര്യ കമ്മീഷനിൽ നമ്മൾ ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ അന്നേരം തന്നെ സൂചിപ്പിച്ചു. പിന്നെ കണക്കുകൾ അദ്ദേഹം ഞാനെടുത്തതും ബഡ്ജറ്റിൽ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എഴുതിയെടുത്ത കണക്കാണ്. ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, ഞാനത് പറയുന്നില്ല. പക്ഷേ സ്മൃതി, ഇതിനകത്ത് ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ പൊളിറ്റിക്സ് കടന്നു വന്നിട്ട് ഇതിനകത്തൊരു പൊളിറ്റിക്സ് വല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ ഉയർന്നു വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്.
ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് സ്റ്റേറ്റ്മെൻ്റ് എന്നതുപോലെ തന്നെ അത് ഭരിക്കുന്ന കക്ഷിയുടെ ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള ലൈനിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അതിലൊരു തർക്കമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ലൈൻ എന്ന് പറയുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം ഓരോ വർഷവും വെട്ടിക്കുറച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ പദ്ധതിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമുണ്ടായി. പിന്നീട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അതിൻ്റെ രൂപമൊക്കെ മാറ്റി വേറൊരു രീതിയിൽ 60-40 എന്ന് പറയുന്ന ഒരു ഫോർമുലയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ആ ഒരു ജനക്ഷേമ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കാൻ അവിടെ തയ്യാറാവുന്നു, അവരുടെ നികുതി ഇളവ് കൊടുക്കുന്നു, അങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ആ ഒരു സമീപനവും കേരളത്തിലെ സമീപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഈ ബഡ്ജറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പൊളിറ്റിക്സ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞു എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു അപരാധം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിൽ വലിയ കഥയൊന്നുമില്ല. പിന്നെ ശ്രീ ലിജുവിനെ പോലുള്ള ആളുകളിലൂടെ പറഞ്ഞു ഈ ഗവൺമെൻറ് കാലത്ത് എടുത്തു കാണിക്കാവുന്നൊരു കാര്യം എന്താണ്? എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ചു പോയിട്ടുള്ള ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതെങ്ങനെയാണ് നടന്നത്? അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയില്ലേ? അത് ഈ 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ കാലത്തല്ലേ നടന്നത്? അതുപോലെ തന്നെ മറ്റേ തുരങ്കപാതകളടക്കമുള്ള എല്ലാ പ്രോജക്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, പൂർത്തീകരിച്ചതും അല്ലാത്ത ഗെയിൽ പദ്ധതി നടപ്പായില്ലേ? എന്താണ് അവസാനിപ്പിക്കാം. നടപ്പാക്കിയിട്ടുണ്ട്. അത് തന്നെയല്ലേ അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. സ്മൃതി ഒരു നിമിഷം പറയട്ടെ. ഞാൻ പറയട്ടെ. ഒരാൾ സാമ്പത്തിക വിദഗ്ധൻ എന്ന ലേബലിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമ്പത്തിക ആ ലേബലൊക്കെ ഞാൻ പറയുന്നത് കേൾക്കട്ടെ. താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? അല്ല, താങ്കൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കൂ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. സഹിഷ്ണുത പാലിക്കൂ. സ്മൃതി അദ്ദേഹത്തിന്റെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറയട്ടെ. ദുസ്സൂചന സംസാരിക്കട്ടെ. ശരി ലിജു പറയൂ, വേഗം എന്തിനാണ് ഇത്ര ലിജു പെട്ടെന്ന് സമയം കളയണ്ട. ഞാൻ പറയട്ടെ സ്മൃതി, പറഞ്ഞോളൂ. സ്മൃതി ഒന്ന് കണ്ടില്ലേ എന്ത് ചെയ്യും ചെയ്യുമെന്ന് പറയും. ഇത്രയും അസഹിഷ്ണുത നിങ്ങൾ എന്തിനാണ് വയലന്റ് ആവുന്നത്? പറയുന്നത് കേൾക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് സ്മൃതി ഒരു നിമിഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അത് മ്യൂട്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്റൻഷനെ കുറിച്ച് ഞാൻ പറയാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികം ഇപ്പം ശ്രീ ആദികേശവൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ബജറ്റിനെ കൃത്യമായി അനലൈസ് ചെയ്ത് അദ്ദേഹത്തിന് പറയാനുള്ള പോയിന്റ് പറഞ്ഞു. പക്ഷെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എനിക്ക് ആ രീതിയിൽ അദ്ദേഹത്തോട് മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായി ആ ഗവൺമെൻറ് മുന്നോട്ട് പോയി പൂർത്തീകരിക്കപ്പെട്ടു. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് പൂർത്തീകരിക്കപ്പെട്ടു. ദേശീയപാതയുടെ കാര്യത്തിൽ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യയിലാകമാനം ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സ്പീഡ് ഉണ്ടായത്. ഇതൊക്കെ വസ്തുതകളാണ്. അതിനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയക്കാരെന്ന രീതിയിലുള്ള മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനപ്പുറത്ത് അന്ധമായ CPM സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരാളുടെ ജൽപ്പന അല്ലെങ്കിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു. അത്രയും കണ്ടാൽ മതി. വളരെ നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, ശ്രീ എം ലിജു, ശ്രീ എസ് ആദികേശവൻ, ശ്രീ ജോർജ് ജോസഫ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദ ലീഡേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.